ആരത്? പപ്പായേ? എന്താ കുട്ടി? പപ്പായ. ഹായ്, ഞങ്ങള് വൈകുന്നേരം ചിക്കൻ കൊണ്ടതാട്ടോ. അമ്മ അതവിടെ വന്നു വേണ്ട സാധനങ്ങളൊക്കെ നക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറൊരാളും കൂടി കേട്ടോ. കാണിച്ചു തരാം. ഇതാണ്ടോ വളക്കുളത്തരും തുഴലൊക്കെ കഴിഞ്ഞിട്ടിതാ അമ്മമ്മയുടെ കൂടെ കൂടിയിരുന്നു. കുഞ്ഞാറ്റേ ഒരു ഹായ് പറ എല്ലാവരോടും. കുഞ്ഞാറ്റേ ഉറക്ക പറ. നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം പറ. കുഞ്ഞാറ്റേ ഹായ് പറ. ഒരു പ്രാവശ്യം പറയുള്ളൂ കേട്ടോ. എന്താ അവിടെ ഒരു പ്രാവശ്യം പറയുള്ളൂ. ഒരു പ്രാവശ്യം തരെ പറയൂ. എന്താ രണ്ടാമത് പറഞ്ഞാല്? രണ്ടാമത് ഒന്നും കൂടി പറഞ്ഞ നിലത്ത് കിടന്ന് ഉരുളുക, കയ്യിലുള്ളത് വലിച്ചെറിയുക, അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട് ഇല്ലേ കുഞ്ഞാറ്റേ? ആന്ന്. എല്ലാരോടും നമ്മുടെ വീട്ടിക്ക് മാമുണ്ണാൻ വരാൻ പറയേ. ഇങ്ങോട്ട് നോക്കി പറ, ഫോണിക്ക് നോക്കി പറ. ഇങ്ങോട്ട് നോക്ക് കുഞ്ഞാറ്റേ. ഇപ്പൊ നന്നാക്കുകയാണ് ഇപ്പൊ. ഉള്ളിയും വെളുത്തുള്ളിയും. മാമുണ്ണാൻ വരാൻ പറ. എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ. മാമുണ്ണാനെ വരാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി ചിക്കനൊന്നും കഴുകിയിട്ടില്ല, അത് വേറെ കാര്യം. ചിക്കൻ കഴുകാൻ പോട്ടെ. മുടിയൊക്കെ ഞാൻ കുളി കഴിഞ്ഞിട്ട് അങ്ങനെ ഉണങ്ങിയിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ ഇട്ടിട്ടേ വെറുതെ ഒന്ന് വാരിക്കെട്ടിയിരിക്കുന്നു. അടുക്കളയ്ക്ക് വരുമ്പോൾ നേരെ വൃത്തിയിൽ കെട്ടിയിട്ടുണ്ടെങ്കിലേ മുടിയെങ്ങാനും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ ഇനി ചിക്കൻ കഴുകണം കേട്ടോ. ഞാൻ ചിക്കൻ കഴുകാൻ തുടങ്ങട്ടെ. അവരവിടെ ഉള്ളി മുളക് നുറുക്കണുണ്ട് അമ്മമ്മയും കുട്ടി. ഒരു വണ്ടി പോണൂല ഏട്ടാ. അല്ല അമ്മ, ഏട്ടനാണാവോ? ഏട്ടനെന്നല്ല തോന്നുന്നു. ശരി, ഞാൻ ചിക്കൻ കഴുകട്ടെ കേട്ടോ. ഇവിടെ വെച്ചാൽ കാണുമോന്നറിയില്ല. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമെന്ന് അറിയില്ല കേട്ടോ. ചിക്കനൊക്കെ കഴുകട്ടെ. ഇവിടെ കേക്ക് വെക്കട്ടെ. ഞാൻ പാത്രങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്ന ഇഷ്ടേയില്ല കേട്ടോ. അടുക്കളയിൽ ഒക്കെ നല്ല വൃത്തി ഇങ്ങനെ ഒതുക്കി വെക്കണം, എന്നാലേ ഒരു സമാധാനമുള്ളൂ. ഞാൻ അമ്മേനേടനെ ഓരോന്ന് ഇങ്ങനെ പറയൂട്ടോ. അമ്മ അങ്ങനെ പാത്രങ്ങൾ നിരത്തിയിടല്ലേ എന്നൊക്കെ കേട്ടോ. ഒരു 5-6 കഷ്ണേ വറുക്കണം എന്നൊക്കെ ഉണ്ട്. ഒന്ന് വേഗം കഴുകി എടുക്കട്ടെ കേട്ടോ ഞാന്. എന്നിട്ട് നമുക്ക് കാണാം. പെട്ടെന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം നമുക്ക്. വെള്ളം കമ്മിയാണ്. ഞാൻ ചിക്കനൊക്കെ കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചപ്പോഴത്തേന് ഇതാ കറണ്ട് പോയി കേട്ടോ. അതിൽ കറണ്ട് പോയപ്പോൾ അമ്മ അതാ വിളക്കെടുത്തിട്ട് പോകാന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാനുണ്ടോ കേൾക്കുന്നത്. അപ്പം ഞാനിനി അത് വിളക്ക് തൊട്ടിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിനിയിപ്പോൾ അടുക്കളയിലൊക്കെ മുട്ടിത്തിരിയണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ട് വരില്ല എന്ന്. അതും പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞില്ല കേട്ടോ. അപ്പോഴത്തേനും ഇതാ വരുന്നു കറണ്ട് കേട്ടോ. ശരി, എന്നാൽ ഇനിയിപ്പോൾ നിൻ്റെ ടോർച്ചൊന്നും വേണ്ടാന്നും പറയണം. അപ്പം അമ്മ അതല്ലാതെ നീ ഓഫ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു എന്നോട് കേട്ടോ. അങ്ങനെ കറണ്ടൊക്കെ വന്നു. അമ്മമ്മയും കുട്ടി ഇതാ സീരിയലും കണ്ടിട്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് വന്നതിന് ശേഷം ഞാനിതാ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുട്ടിക്ക് ഒരു 5-6 വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അത് വറുക്കാനും അടുപ്പത്തും വെച്ചു. ഒരു ട്രിപ്പൊക്കെ എടുത്തു. ഇതാ പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇതാ ഉള്ളിയൊക്കെ നുറുക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആരത്? പപ്പായേ? എന്താ കുട്ടി? പപ്പായ. അമ്മി
എടി അമ്മ എന്നെ എടീന്ന്. ഓ ഓ ആ മുടി കെട്ടിയോ? അങ്ങോട്ട് തിരിയ അമ്മ. അമ്മ ഇതാ ഇങ്ങോട്ടൊക്കെ അമ്മ. ചേച്ചി അമ്മ ഇങ്ങോട്ടൊക്കെ. ഏയ് ചേച്ചി അമ്മ. ഏയ് സൂപ്പർ. ഇഷ്ടായോ കുട്ടിക്ക്? തന്നെ വേഷം പോലെ സൂപ്പറായോ? ആ തുണി എടുത്തോ? ആ സൂപ്പർ ആയിട്ടുണ്ട്. പപ്പായ നന്നാക്ക. ആ ശരി. ഇതാ നമ്മുടെ കുട്ടിക്ക് ഇതാ ചിക്കൻ വറുത്ത് വെച്ചു അമ്മ. നാണ് പപ്പായ തിന്ന. എന്താ തിന്നിന്? പപ്പായ. അതെ പപ്പായ തിന്ന അമ്മ. അത് അഴിഞ്ഞു വരുന്നു. അപ്പൊ പാവട്ടോ അതവിടെ വെക്കുന്നുണ്ട്. അഴിക്കല്ല, അത് പോരാണ്. ബാഗത്തെ കെട്ട് കാനം കൂടിയിട്ട് തോന്നണു. ഞാൻ എപ്പോഴും ഇവൾക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാനൊക്കെ ശ്രമിക്കും കേട്ടോ. ഇവള് സമ്മതിക്കല്ല. എന്നിപ്പോ എന്താണാവോ അമ്മമ്മ കെട്ടി കൊടുത്തപ്പോക്കെ അതൊക്കെ കെട്ടി മുടിയൊക്കെ കെട്ടി മുണ്ടൊക്കെ ഉടുത്തിട്ട് അങ്ങടൊക്കെ അതാ പോയി. അമ്മമ്മ കെട്ടിത്തരും കേട്ടോ. നാളെ നല്ല മൂടില്ല. നീയിപ്പൊ കുഞ്ഞാറ്റെ നീ കഴിക്കില്ലേ? മാമൂണില്ലേ? മുടി ഇപ്പൊ ഇങ്ങനെ കെട്ടിക്കൊടുക്കണം പറഞ്ഞിട്ട് വീണ്ടും വാശി പിടിച്ച് അത് കെട്ടിച്ചതാട്ടോ. ആ 3 പൂള് തിന്നു ഇത്രേ. നീ അവിടെ പോവാ. മാമുണ്ണണ്ടേ പപ്പായ തിന്നിട്ടോ. 4 ആ 4 കഴിച്ചു ഇത്ര കുട്ടിയെ. കണ്ടോ 2 4 ഒക്കെ കഴിച്ചു കണ്ടോ. മതി. അതിനി അഴിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട്. അല്ല ഇനി കരയിനി ഇത് തൊടാൻ പോണ്ട. അതാ പോയി. സാരല്ല ഇനി അവിടെ കൊണ്ടാക്കി. ആ കൈ കഴുകിട്ടോ പോന്നാ. പപ്പായൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് കുട്ടി കൈ കഴുകാൻ വേണ്ടി വന്നതു കേട്ടോ. ചിക്കൻ പൊരിച്ച് വെച്ചത് കണ്ടു കേട്ടോ. പിന്നെ അതിന് വാശി പിടിച്ചു. അപ്പം പിന്നെ ഏതായാലും കുറച്ച് കഞ്ഞി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഞ്ഞിയൊക്കെ ചൂടാക്കി കഞ്ഞി കൂട്ടാനും അതുപോലെ ചിക്കൻ പൊരിച്ചതൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ അത് കുറച്ചൊക്കെ കുടിച്ചു. 2-3-4 സ്പൂണൊക്കെ കുടിച്ചു. പിന്നെ പപ്പായ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതിന് മുന്നേ പഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേശ്ശെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വലിയ വാശിയും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊരു സമാധാനം. അപ്പോൾ അതിന് ശേഷം അവളെ ഒന്ന് മേലൊക്കെ കുളിപ്പിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിക്കാൻ വിളിച്ചിട്ട് വന്നില്ല. ചിക്കൻ കണ്ടാൽ ആളങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ അവളെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മേലൊക്കെ കുളിപ്പിച്ച് അങ്ങനെ അവളെ ഉറക്കി കിടത്തുകയൊക്കെ ചെയ്തു കേട്ടോ. അതിനിടയിൽ അമ്മ ഇതാ ചോറൊക്കെ വിളമ്പി കൊണ്ടുവന്നിട്ട് ഇതാ കഴിക്കാനിരിക്കുന്നു കേട്ടോ. ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാട്ടോ ഞാൻ പിന്നെ അവളെ മേൽ കുളിപ്പിക്കാനൊക്കെ നിന്നത്. അപ്പോൾ ചിക്കൻ പൊരിച്ചതിന് ശേഷമൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആയി അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനിതാ കുട്ടീനെയൊക്കെ 2 ഭാഗത്തേക്ക് മുടിയൊക്കെ വാരിക്കെട്ടി. അല്ലെങ്കിൽ ചെവിയിലൊക്കെ അങ്ങനെ കുത്തിത്താച്ചിട്ട് കുട്ടിക്ക് ഉറക്കം ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അങ്ങനെ അതെല്ലാം വാരിക്കെട്ടി കൊടുത്ത് അവളെ മേലൊക്കെ കുളിപ്പിച്ച് അങ്ങനെ നമ്മളെന്തായാലും അവളെ ഉറക്കി കിടത്തിയിട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി ചോറുണ്ണാൻ പോവുകയാണ് കേട്ടോ. എനിക്കപ്പോഴത്തേനെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കൂട്ടാനും അതേപോലെ ചോറ് കൂട്ടാം. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഒരു പിടിക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുഞ്ഞു വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ അതേപോലെ തന്നെ പുതിയ ഓപ്ഷനൊക്കെ ഉണ്ട്, ഹൈപ്പ് എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് നമ്മൾ ചെയ്ത് വിടണം കേട്ടോ. അപ്പോൾ എന്നാലേ നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻഡേഷൻ പോവുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ കണ്ടു സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മുടെ കുഞ്ഞ് വീഡിയോസൊക്കെ ആയതുകൊണ്ട് കൂടുതൽ നമ്മൾ വലിച്ചു നീട്ടിയൊന്നും വീഡിയോസ് ഇടാറില്ല കേട്ടോ. അപ്പോൾ ഉള്ള ചെറിയ വീഡിയോ എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനും എല്ലാവരും തന്നെ തിരക്കുള്ള ആളുകളല്ലേ. അപ്പോൾ
കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും സമയം കാണുള്ളൂ. പിന്നെ ഒരുപാട് സമയമൊന്നും ഇരുന്ന് കാണാനുള്ള ചിലപ്പോൾ വല്ല കണ്ടൻറ്റും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലുണ്ടായില്ല. നമ്മൾ ഈ നമ്മുടെ അടുക്കളയിലൊക്കെ നിന്ന് പാചകം ചെയ്യണതും വിറക് വെട്ടുന്നതും അങ്ങനെയുള്ള നമ്മുടെ ഹോമിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.